ഏകദേശം 4 മണി ടൈം ആകുമ്പോഴേ ഞാൻ ഇവർക്ക് 4 മണിക്ക് എന്ത് കൊടുക്കുമെന്ന് ആലോചിക്കാറുള്ളൂ. ഒരുപാട് റിസ്ക് വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ട്രൈ ചെയ്യാറില്ല കേട്ടോ. രാവിലത്തെ ദോശമാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഓന് എപ്പോഴും പറയുന്ന മുട്ടയും ദോശയും കൂടി മിക്സാക്കിയിട്ട് ഓനക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൈയിങ്ങിലാണ് കേട്ടോ. സിമ്പിളാണ്, അതുപോലെ കഴിക്കാൻ കുറച്ച് കനത്തിലും ആകും. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ദോശ ആദ്യം ചുട്ടെടുക്കണം. ചുടുന്നത് കണ്ടാലറിയാമല്ലേ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന്. അങ്ങനെ ദോശ ചുട്ട് അത് ഒന്ന് വെന്തോട്ടെ. അത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. പിന്നെ അതൊന്ന് വെന്ത് വരുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറക്കട്ടോ. എന്നിട്ട് ആകെ ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു മുട്ട ഉള്ളത് അതിൻ്റെ മേലേക്ക് പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. പൊട്ടിച്ചൊഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും അതൊന്ന് എല്ലാ ഭാഗത്തേക്കും അതൊന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നിങ്ങനെ പരത്തി ഏകദേശത്താക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ പറയാൻ വിട്ടത്, കുറച്ച് ഉപ്പ് കൂടി ആവശ്യത്തിന് എടുത്തിട്ട് അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. മുട്ട എങ്ങനെ കിട്ടിയാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ മുട്ട വെച്ചുള്ള ഐറ്റംസുകളൊക്കെ പൊതുവെ സക്സസ് ആവാറുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. കുറച്ച് ടൈം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അത് ഒന്ന് വെന്ത് വരുമ്പോൾ എന്നിട്ട് നമുക്ക് അത് മറിച്ചിട്ടിട്ടും കൂടി ഒന്ന് വേവിക്കണം. ഒന്ന് മറിച്ചിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. മുട്ട നല്ലോണം വെന്തോട്ടെ. അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ ചട്ടിയിൽ ആ ചെറിയ ചൂടിൽ അങ്ങനെ കിടന്നിട്ട് ആയിക്കോളും. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അത് റോൾ ചെയ്ത ശേഷം നമുക്ക് അതൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. അവരെന്നും കാണുന്ന ഷേപ്പിൽ നിന്നും ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണല്ലോ അവർക്ക് അതിനോടുള്ളൊരു അട്രാക്ഷൻ കൂട്ടാൻ കഴിയുള്ളൂ. പിന്നെ ഞാനത് റോളാക്കിയിട്ടുണ്ട് കേട്ടോ. അത് റോളാക്കിയ ശേഷം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം, എന്നാൽ കുട്ടികൾക്ക് വേഗം കഴിക്കാൻ എളുപ്പമാവുമല്ലോ. അങ്ങനെ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സംഭവമായിട്ട് കാണുമൊന്നും വേണ്ട, പക്ഷേ ഓനിക്കത് നല്ല ഇഷ്ടമായതുകൊണ്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.